ഇന്ന് ഞാൻ ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ തയ്യാറാക്കുന്ന ഒരു കറിയാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, കഴിക്കാൻ വളരെ സ്വാദിഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ 4 പേർക്ക് കഴിക്കാൻ പാകത്തിലുള്ള അളവുകളാണ് എടുത്തിട്ടുള്ളത്. ആദ്യം 100 ഗ്രാം ഗ്രീൻ പീസ് 2 കപ്പ് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കുന്നു. ഞാനിവിടെ തലേ ദിവസം രാത്രി ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടി. അതുപോലെ തന്നെ ഗ്രീൻ പീസ് വേവിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഈ വെള്ളം കളയുന്നില്ല, കാരണം നമ്മുടെ പാചകത്തിന് ഇത് ആവശ്യമായി വരും. അതുപോലെ 100 ഗ്രാം പനീർ 15 മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ഊറ്റിയെടുത്ത് ഗ്രീൻ പീസിൻ്റെ വലുപ്പത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നു. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം 2 വലിയ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുന്നു. അതിലേക്ക് ഒരു ചെറിയ സവാള നുറുക്കി വെച്ചത് ഇട്ട് കൊടുക്കുന്നു. ഈ സവാള നന്നായി കൊത്തി അരിഞ്ഞിരിക്കണം. സവാള നന്നായി വഴറ്റുക. ഇളം ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, അര ചെറിയ സ്പൂൺ എന്നിവ ചേർത്ത് വീണ്ടും വഴറ്റുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. അതുപോലെ നേരത്തെ എടുത്തു വെച്ച പനീറും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നന്നായി ഇളക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് മസാലകൾ ചേർക്കുകയാണ്. ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ സ്പൂൺ ഗരം മസാല, അര ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. ഇനി നമ്മൾ ഗ്രീൻ പീസ് വേവിക്കാൻ ഉപയോഗിച്ച വെള്ളം 2 ബൗൾ ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 15 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇടയ്ക്കൊന്ന് നമ്മളിത് ഇളക്കി കൊടുക്കണം. പിന്നീട് 15 മിനിറ്റിന് ശേഷം നമ്മൾ ഇത് തുറന്നു നോക്കുമ്പോൾ നമുക്കിതിലെ വെള്ളമൊക്കെ ചെറുതായി വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്കൊരു വലിയ സ്പൂൺ നെയ്യ് ചേർക്കാം. ഈ നെയ്യ് കൂടി ചേർത്ത് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. ഒരു ഗ്രേവി പരുവമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വലിയ സ്പൂൺ മല്ലിയില കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ കറി റെഡിയായിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം. താങ്ക്